പ്രായം എത്രയായാലും ഒന്ന് നടക്കാൻ ആഗ്രഹിക്കാത്തവർ ലോകത്തെവിടെയും ഉണ്ടാവില്ല. ലോകമെമ്പാടുമുള്ള ജനങ്ങളെ ഏതാണ്ട് ഒരേ രീതിയിൽ അലട്ടുന്ന പ്രശ്നമാണ് മുട്ടുതേയ്മാനം. 45 കഴിഞ്ഞവർക്ക് മുട്ടുതേയ്മാനം കണ്ടുവരുന്നുണ്ട്. മുട്ടുതേയ്മാനം സംഭവിച്ചവർ മുട്ടുമടക്കാൻ പോലും കഴിയാതെ വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടേണ്ടി വരുന്ന അവസ്ഥയാകും. അത്തരം രോഗികളുടെ ജീവിതം തന്നെ മാറുന്ന വിധത്തിൽ നൂതന സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള ശസ്ത്രക്രിയ പ്രചാരം നേടിക്കഴിഞ്ഞു. കൃത്രിമ മുട്ട് മാറ്റിവെക്കുന്നതിനായി സാങ്കേതികവിദ്യ സ്വന്തം പരീക്ഷണാടിസ്ഥാനത്തിൽ കണ്ടെത്തുകയും അതിൽ വിജയം കാണുകയും ചെയ്ത വ്യക്തിയാണ് ഡോക്ടർ പ്രേംകുമാർ. വടക്കാഞ്ചേരിയിലെ മാക്സ് കെയർ ഹോസ്പിറ്റലിലാണ് ഡോക്ടർ സർവീസ്. ഇവരുടെ ഈ സേവനം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടറെ കോണ്ടാക്ട് ചെയ്യണം. അങ്ങനെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറ്റട്ടെ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും ചിന്തിക്കാറുള്ളൂ. ഞാൻ കാരണം ഒരു മനുഷ്യന്റെ ബുദ്ധിമുട്ടുകൾ മാറ്റാൻ പറ്റിയാൽ, എല്ലാ ബുദ്ധിമുട്ടും അവന്റെ മാറ്റാൻ നമുക്ക് പറ്റില്ല, ഒരു ബുദ്ധിമുട്ടെങ്കിലും മാറ്റാതെ പണ്ട് 2 മാറ്റല്ലേ, 2 ബുദ്ധിമുട്ട് മാറ്റാം കേട്ടാ. കാലിന്റെ മുട്ടിന്റെ ബുദ്ധിമുട്ട് അത് നമ്മൾ മാറ്റി തരും. ചുരുക്കി പറഞ്ഞാൽ ഈ വടക്കാഞ്ചേരിക്കാരൻ ഡോക്ടർ പ്രേംകുമാറിന് മുന്നിൽ മുട്ടുമടക്കാത്തവർ ആരും ഉണ്ടാകില്ല. വടക്കാഞ്ചേരി സൗഹൃദം ലിറ്റററി ആൻഡ് കൾച്ചറൽ സൊസൈറ്റിയുടെ 34ാം വാർഷികം വിവിധ പരിപാടികളോടെ അമ്പിളി ഭവനിൽ ആഘോഷിച്ചു. കലാനിലയം കൃഷ്ണൻ നായർ ഫൗണ്ടേഷൻ ഡയറക്ടർ ഗായത്രി പത്മനാഭൻ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കലയുടെ മൂല്യം വിലമതിക്കാനാകാത്തതാണെന്നവർ പറഞ്ഞു. അവരുടെയൊക്കെ സംസാരവും അവരുടെയൊക്കെ ഒരു ജീവിതവും പലതവണ കേട്ട് കല എന്നുള്ളതിനോടൊരു ഭയങ്കരമായൊരു റെസ്പെക്ട്, അതൊരു വ്യക്തിയെ എത്രമാത്രം ഒരു വ്യക്തിത്വത്തെ എത്രമാത്രം ഫോം ചെയ്യാൻ ഉപകരിക്കും എന്നുള്ളത് വളരെ ചെറുപ്പത്തിൽ എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി എനിക്ക് എൻ്റെ അച്ഛമ്മേനെ കണ്ടിട്ട്, അച്ഛമ്മ അത്രയും ഒരു എന്താ പറയുക അമേസിംഗ് ആയിട്ടൊരു വ്യക്തിത്വമായിരുന്നു. പ്രസിഡന്റ് ഇ സുമതിക്കുട്ടി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ പി ഗീത മുഖ്യാതിഥിയായി. കലയുടെ കാലഘട്ടമാണ് ഇതെന്നും മനസ്സിനെ ശുദ്ധീകരിക്കുന്നതാണ് കലയും സാഹിത്യവും എന്നും അവർ പറഞ്ഞു. മികച്ച സാഹിത്യ പ്രതിഭകൾക്ക് സൊസൈറ്റി നൽകുന്ന സൗഹൃദം സാഹിത്യ അവാർഡ് പ്രശസ്ത ലേഖികയും കവയിത്രിയുമായ അംബികാദേവി കൊട്ടേക്കാട്ടിന് സൗഹൃദം സെന്റർ ഡയറക്ടർ പ്രൊഫസർ പുന്നക്കൽ നാരായൺ സമ്മാനിച്ചു. പ്രശസ്തി ഫലകവും 5001 രൂപയുമായിരുന്നു അവാർഡ്. അംബികാദേവിയുടെ ലേഖനങ്ങളും കവിതകളും ജീവിതാനുഭവങ്ങളുടെ ബഹിഷ്പുരമാണെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. കൂട്ടായ്മയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകും. അതിന് ഏറ്റവും അനിവാര്യമായിട്ടുള്ളത്, നമുക്കറിയാം, ഒരു സമ്മേളനം നടത്തണമെങ്കിലും അല്ലെങ്കിൽ എന്ത് കാര്യങ്ങൾ നടത്തണമെങ്കിലും ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് പണമാണ്. അത് ഉണ്ടെങ്കിൽ, അതാണ് നേരത്തെ സൂചിപ്പിച്ചത്, നമ്മളിപ്പോൾ മെമ്പർമാരെയും ഇവിടെ വരുത്തുന്നതിന് വിരോധമില്ല, മെമ്പർമാരല്ലാത്തവരെയും വരുത്തുന്നതിന് വിരോധമില്ല. അതിന് വേണ്ട സാമ്പത്തിക ശേഷി നമുക്കുണ്ടെങ്കിൽ ഇവിടെ ആളുകളെ കൂടുതൽ സംഘടിപ്പിക്കാൻ പറ്റും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഒരു സമ്മേളനത്തിൽ ആളുകൾ എത്രമാത്രം കൂടുതൽ പങ്കെടുക്കുന്നുവോ അത്രയും ചെലവ് വർദ്ധിച്ചുകൊണ്ടാണ്. വിവിധ സംഘടനാ നേതാക്കളായ കുറ്റിപ്പുഴ രവി, കെ എ ഗോവിന്ദൻ, ജോർജ് തോമസ്, ഉഷ രാമചന്ദ്രൻ, കെ ആർ രാജു മാസ്റ്റർ, ചന്ദ്രപ്രകാശ് ഇടമന, അബ്രഹാം കൂള, വൈസ് പ്രസിഡന്റ് പി വി രാമൻ, ജോയിന്റ് സെക്രട്ടറി ടി എൻ നമ്പീശൻ എന്നിവർ പ്രസംഗിച്ചു. ജനറൽ സെക്രട്ടറി പുന്നക്കൽ നാരായണൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. നിലവിലുള്ള ഭരണസമിതി 1 വർഷത്തേക്ക് കൂടി തുടരുവാൻ തീരുമാനിച്ചു. ഡോക്ടർ ബി വിജയകുമാർ, പി വി രാമൻ, ശ്രീജ, അജിത്, ജി സതീഷ് എന്നിവരെ മാസിക കമ്മിറ്റിയിലേക്ക് നാമനിർദ്ദേശം ചെയ്തു. തുടർന്ന് നടന്ന കവിയരങ്ങ് ഉണ്ണികൃഷ്ണൻ പുലരി ഉദ്ഘാടനം ചെയ്തു. പ്രീത വിജയകുമാർ, സ്വപ്ന, പി ജി പുതുരുത്തി, ജോൺസൺ കുന്നംപിള്ളി, എം ഗീത, ടി ആർ വേലു, ഇന്ദിര വരവൂർ, നിഖിൽ, വി എം എന്നിവർ സ്വന്തം കവിതകൾ അവതരിപ്പിച്ചു. ശശി ചെമ്പകശ്ശേരി, രവീന്ദ്രൻ ഇരിങ്ങാലക്കുട എന്നിവരുടെ ഗാനാലാപനവും ഗീത മേലയെടുത്ത് അവതരിപ്പിച്ച വാഴക്കുല സംഗീത ശില്പവും ദേവകി ചെമ്പുക്കാട്ടിന്റെ നാടോടി നൃത്തവും കലാപരിപാടികൾക്ക് മാറ്റുകൂട്ടി. ഗാനഭൂഷണം ബിന്ദു ബാസുരിയുടെ പ്രാർത്ഥന ചൊല്ലി സ്വാഗതവും നന്ദിയും രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.